ഉദ്യാന കൃഷി എന്നാൽ പൂന്തോട്ടം, പച്ചക്കറികൾ, ഫലവർഗ്ഗങ്ങൾ തുടങ്ങിയവ വീടിന്റെ പരിസരത്ത് ലഭ്യമായ സ്ഥലത്ത് നടുന്ന കൃഷിരീതിയാണ്. ഇത് ഭംഗി, ആരോഗ്യം, ആഹാരം എന്നിവ ലക്ഷ്യമിടുന്നു. കൃഷിയിലൂടെ വീടിന് ഭംഗി നൽകുക, വിഷമയമല്ലാത്ത പച്ചക്കറികൾ, കായ്കനികൾ, കുടുംബത്തിന് മാനസിക സന്തോഷം എന്നിവ ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി മുന്നേറുന്ന കാർഷിക കുടുംബമാണ് ശ്രീജയുടെയും രാജേഷിന്റെയും. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ എന്ന സ്ഥലത്തെ പേരില വാർഡിലെ ഒയാസസ് എന്ന തന്റെ വീട്ടിലാണ് ശ്രീജയും രാജേഷും കൃഷി നടത്തിവരുന്നത്. ഈ സ്ഥലത്തെ ആദ്യകാല കർഷകനും കലാകാരനും കാഥികനുമായ അച്ഛൻ ശശിയുടെ പാത പിന്തുടർന്നാണ് ഈ ദമ്പതികളും കൃഷിക്കാരായത്. കൃഷി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു എന്താ പറയുക, ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഈ പാരമ്പര്യമായിട്ട് അവർ ചെയ്തു വന്ന കൃഷിയോട് വലിയ താല്പര്യം തോന്നാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മത്സ്യകൃഷി, അതുപോലെ തേനീച്ച കൃഷി, അതുപോലെ പൂക്കൃഷിയിലൊക്കെ ആയിരുന്നു എനിക്ക് താല്പര്യം കൂടുതൽ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അവരും അപ്പനും അമ്മയും എല്ലാവരും എനിക്ക് സപ്പോർട്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ചെറിയ ചെറിയ കൃഷി ചെയ്യുമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം വൈഫും മക്കളും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ എനിക്കിവിടെ തേനീച്ചയുണ്ട്, ഓർണമെൻ്റൽ ഫിഷുണ്ട്, എഡിബിൾ ഫിഷുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഇലച്ചെടികളുണ്ട്, അതുപോലെ ഓർക്കിഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനും എൻ്റെ ഫാമിലിയും ചേർന്നിട്ട് തന്നെയാണ് നട്ടു വളർത്തി പരിപാലിച്ചു പോകുന്നത്. ടെറസ്, മുറ്റം, ബാൽക്കണി, മട്ടുപ്പാവ് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ഉദ്യാന കൃഷിക്കായി മാറ്റിവച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനമായും ഇലച്ചെടികളാണ്. അലങ്കാരവും വർണ്ണാഭമായതും രസകരവുമായ ഇലകളുള്ള സസ്യങ്ങളാണ് ഇലച്ചെടികൾ. അത്തരം ചെടികൾക്ക് പൂന്തോട്ടങ്ങൾ സൃഷ്ടിക്കാനും തണൽ, നിറം എന്നിവ നൽകാനും കഴിയും. ശാന്തവും കാഴ്ചയിൽ ആകർഷകവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഇലച്ചെടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ്. വീടുകൾ, ഓഫീസുകൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള സൗന്ദര്യാത്മകത വർദ്ധിപ്പിക്കുന്നതിനുമായി അവ വ്യാപകമായി ഉപയോഗിക്കുന്നു. മറ്റൊരു പ്രധാന വരുമാനമാർഗം ഓർക്കിഡ് കൃഷിയാണ്. ഓർക്കിഡ് കൃഷിക്ക് അനുയോജ്യമായ പ്രകാശവും വായുസഞ്ചാരവും നല്ല നീർവാർച്ചയുള്ള ചട്ടിയും കരിക്കട്ട, ഇഷ്ടിക കഷ്ണങ്ങൾ, ചകിരി എന്നിവ ചേർന്ന പോട്ടിംഗ് മിശ്രിതവും ആവശ്യമാണ്. ഓർക്കിഡിനെ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിർത്തരുത്. പകരം തെളിഞ്ഞതും എന്നാൽ പരോക്ഷവുമായ വെളിച്ചം നൽകണം. വേനൽക്കാലത്ത് ആഴ്ചയിൽ 2 തവണയും തണുപ്പുകാലത്ത് ആഴ്ചയിൽ 1 തവണയും നനച്ചാൽ മതിയാകും. പൂവുകൾ കൊഴിഞ്ഞുപോയതിനു ശേഷം പൂങ്കുലത്തണ്ട് മുറിച്ചു മാറ്റുക. ഇത് പുതിയ പൂവുകൾ ഉണ്ടാകാൻ സഹായിക്കും. ഓർക്കിഡ് കൃഷി ലാഭകരവും കൗതുകകരവുമായ ഒരു വിനോദമാണ് എന്നാണ് രാജേഷിന്റെ അഭിപ്രായം. കേരളത്തിന്റെ കാലാവസ്ഥയിൽ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ ഡെൻഡ്രോബിയ, ഫെലനോപ്സിസ്, കാറ്റ്ലിയ എന്നിവയൊക്കെയാണ് ഇവിടെയും കൃഷി ചെയ്തു വരുന്നത്.
ടിഷ്യൂ കൾച്ചർ ചെയ്ത സീഡ്ലിങ്സ് ആണ് ഇവിടെ ഓർക്കിഡ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ഡെൻഡ്രോബിയ ഇനങ്ങളുടെയും ഫെലനോപ്സിസ് ഇനങ്ങളുടെയും നടീൽ രീതികളും പരിചരണങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. ചിലതരം ഫെലനോപ്സിസ് ഓർക്കിഡുകളെ തൊണ്ടിലും തടിയിലും മരക്കുറ്റിയിലുമൊക്കെ പടർത്തി പിടിപ്പിച്ചിരിക്കുന്നു. കരിമ്പൂപ്പൽ, പുഴുക്കൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഓർക്കിഡുകളെ ബാധിക്കുന്നത്. അതിനാൽ ഇവയെ നിയന്ത്രിക്കാൻ ജൈവ കീടനാശിനികളോ കുമിൾനാശിനികളോ ഉപയോഗിക്കണം. സിംബീഡിയം, സൈക്കോറിച്ചസ്, ലിംബറസ്, ഗ്യാസ്ട്രോലിച്ചസ് എന്നിവയ്ക്ക് പ്രകൃതിയിൽ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിലും മലിനീകരണം നിയന്ത്രിക്കുന്നതിലും വലിയ പങ്കുണ്ടെന്ന് പറയപ്പെടുന്നു. ശ്രദ്ധയോടെയും ചിട്ടയോടെയും കരുതലോടെയും കൃഷി ചെയ്താൽ നല്ല രീതിയിൽ വരുമാനം നേടാൻ ഇതിലൂടെ സാധിക്കുമെന്ന അഭിപ്രായമാണ് ഈ കർഷകർക്ക്. അപ്പോൾ എനിക്ക് ചെടികളോട് പണ്ട് മുതലേ വളരെ താല്പര്യമായിരുന്നു. ചെടികളും പൂക്കളും വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചെടികളാണ് ഞാനിവിടെ വളർത്തുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചെടികൾ കളക്ട് ചെയ്തു. പിന്നെ അതിൽ നിന്ന് ഞാൻ തന്നെ വീണ്ടും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചു. ആദ്യം എനിക്കൊരു നല്ല ഹോബിയായിട്ട് ഞാൻ ചെയ്തു. ഇപ്പോൾ അതൊരു വരുമാന മാർഗം കൂടെയായി. അതുപോലെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം കൂടെയാണ് മനസ്സിന്. നമുക്ക് എപ്പോഴും ടെൻഷനൊന്നും ഇല്ലാതെ എപ്പോഴും ഇതിൻ്റെ പുറകെ നടക്കുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം. പിന്നെ ഞാൻ അക്വാകൾച്ചർ പ്രൊമോട്ടറായിരുന്നു. അപ്പോൾ മീനുകളോടും താല്പര്യം കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഓർണമെൻ്റൽ, ഇപ്പോൾ ഞങ്ങളുടെ ഫിഷറീസിൻ്റെ തന്നെ ഓർണമെൻ്റൽ ഫിഷ് റിയറിങ് യൂണിറ്റാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഫിഷറീസിൻ്റെ സബ്സിഡിയൊക്കെ ലഭിക്കുകയുണ്ടായി. വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കുടുംബത്തിലെ മറ്റൊരു പ്രധാന കൃഷി മത്സ്യകൃഷിയാണ്. ഇത് ആദായകരവും ആരോഗ്യകരവുമായ ഒരു സംരംഭമാണ്. കാരണം മത്സ്യം പ്രോട്ടീൻ, വിറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമാണ്. ഇതിനു വലിയ ജലാശയങ്ങൾ വേണമെന്നില്ല. വീട്ടിലെ ചെറിയ കുളങ്ങളിലോ സിൽപോളിൻ ടാങ്കുകളിലോ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ സാധിക്കും. ഇത് ജലമലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുകയും കൊതുക് നിവാരണത്തിന് ഉത്തമവുമാണ്. വീട്ടുമുറ്റത്തും കൃഷിയിടങ്ങളിലുമൊക്കെയായി പ്രകൃതി നിർമ്മിത കുളങ്ങളും പടുതാക്കുളങ്ങളുമൊക്കെ നിർമ്മിച്ചാണ് മത്സ്യകൃഷി നടത്തിവരുന്നത്. ഒരു കുളം സിൽപോളിൻ ടാങ്ക് അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്ന ഏതെങ്കിലും ജലാശയങ്ങൾ കൂടാതെ മീൻ വളർത്താനുള്ള സന്നദ്ധതയും അല്പം അധ്വാനിക്കാനുള്ള മനസ്സുമാണ് ഈ കൃഷിക്ക് ആവശ്യമായ അടിസ്ഥാന കാര്യങ്ങളെന്നാണ് രാജേഷ് പറയുന്നത്. കരിമീൻ, വാള, വരാൽ, ആറ്റുവാള തുടങ്ങിയ നാടൻ ഇനങ്ങളെയും വിദേശ ഇനങ്ങളായ രോഹു, നട്ടർ, കട്ല, മൃഗാൽ തുടങ്ങിയ ഇനങ്ങളെയും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. അംഗീകൃത ഹാച്ചറികളിൽ നിന്ന് മാത്രം കുഞ്ഞുങ്ങളെ വാങ്ങുക. ഗുണമേന്മയുള്ള ഫ്ലോട്ടിംഗ് പെല്ലറ്റുകൾ നൽകുക. വെള്ളത്തിന്റെ നിലവാരവും ഓക്സിജന്റെ അളവും കൃത്യമാണോ എന്ന് പരിശോധിക്കുക എന്നതൊക്കെയാണ് ഒരു മത്സ്യകർഷകൻ അറിഞ്ഞിരിക്കേണ്ട ആദ്യ അറിവുകൾ. വീടുകളിലും ഓഫീസുകളിലും അക്വേറിയങ്ങളിൽ വളർത്തുന്ന കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതും വർണ്ണാഭമായതുമായ അലങ്കാര മത്സ്യങ്ങളെയും ഇവിടെ സംരക്ഷിച്ചു വരുന്നു. ഗപ്പികൾ, മോളി, ഫ്ലാറ്റി, ഗോൾഡൻ ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ഫൈറ്റർ, സക്കർ ഫിഷ് തുടങ്ങിയവ ഇവയിൽ പ്രധാനികളാണ്. വീട്ടമ്മമാരും കുട്ടികളും ഒക്കെ തന്നെ സാധാരണയായി നടത്തിവരുന്ന ഒരു സംരംഭമാണിത്. ശുദ്ധജല ലഭ്യതയാണ് ഇതിലെ പ്രധാന ഘടകം. മുൻപൊക്കെ വീടുകളിൽ ചെറിയ തോതിൽ അക്വേറിയത്തിൽ മാത്രം കണ്ടുവന്നിരുന്ന അലങ്കാര മത്സ്യങ്ങൾ ഇപ്പോൾ ആളുകൾ കൂടുന്ന ഏതിടത്തിലുമുണ്ട്. അതിനാൽ തന്നെ ആർക്കും വരുമാനം നേടാനുള്ള മികച്ചൊരാശയമാണ് അലങ്കാര മത്സ്യങ്ങളുടെ കൃഷി അഥവാ ഓർണമെന്റൽ ഫിഷ് ഫാമിംഗ്.
ശ്രീജ ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന പ്രൊമോട്ടർ കൂടെ ആയിരുന്നതിനാൽ മത്സ്യകൃഷി ചെയ്യുന്നത് ആയാസം നിറഞ്ഞ കാര്യമായിരുന്നില്ല. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അവർക്കിട്ട് ഒഴിവ് സമയവും രാവിലെയും വൈകുന്നേരങ്ങളിലും ജോലിക്ക് പോകാതിരിക്കുന്ന സമയങ്ങളിൽ മുഴുവനും കൃഷിയാണ്. ഒരു ബിസിനസ്സല്ല, ഒരു ഉപജീവന മാർഗം തന്നെ പറയാം. അങ്ങനെ ചെയ്തു വരുന്നു. നമ്മുടെ ഈ പഞ്ചായത്തിനൊരു മാതൃക കാർഷിക കുടുംബവും കൂടിയാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴി ഓർക്കിഡ് ചെടിക്ക് 20,000 രൂപ ധനസഹായം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഡെൻഡ്രോബിയം, ഫെലനോപ്സിസ്, വാൻഡ എന്നീ വെറൈറ്റികളാണ്. തൈകൾ വാങ്ങിച്ചു വെച്ച് അതിൽ നിന്നും പൂക്കൾ ഉണ്ടാക്കിയ ശേഷം നമ്മളത് വിൽപ്പന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശരാശരി ഒരു തൈയുടെ വില വാങ്ങുമ്പോൾ 80 രൂപയാണ്. നമ്മൾ പൂക്കൾ കൂടാതെ കൊടുക്കുമ്പോൾ 250 മുകളിൽ നമുക്ക് വില കിട്ടും. അപ്പോൾ അതൊരു വരുമാനം കൂടിയാണ്. അപ്പം അതിന് സപ്പോർട്ടായിട്ട് കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും പിന്നെ ഇതുകൂടാതെ ഗവൺമെൻറ് പല ഏജൻസികളും ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു കൈത്താങ്ങും തന്നെ പറയാം. കൃഷിഭവൻ്റെ ഒരു കൈത്താങ്ങും പൂർണ്ണ സപ്പോർട്ടും ചെയ്തു വരികയാണ്. ഈ കുടുംബത്തിന്റെ മറ്റൊരു പ്രധാന വരുമാന മാർഗം തേൻ വിപണനമാണ്. ഇന്ന് ഏറെ പേരും ചെയ്യുന്ന ഒന്നാണ് തേനീച്ച കൃഷി. വീട്ടാവശ്യത്തിനും വ്യാവസായിക ആവശ്യത്തിനും വേണ്ടി തേനീച്ച വളർത്തൽ തുടങ്ങാം. ഔഷധ ഗുണത്തിന്റെ കാര്യത്തിൽ ചെറുതേനാണ് ഏറ്റവും മികച്ചത്. മരപ്പൊത്തിലും കല്ലിടുക്കുകളിലും കാണുന്ന തേനീച്ചകളെ കൂട്ടിലാക്കിയാണ് ഈ കൃഷി നടത്തിവരുന്നത്. തികച്ചും ഗ്രാമീണ ശൈലിയിലാണ് ഇവയ്ക്ക് കൂടൊരുക്കിയിരിക്കുന്നത്. മൺകലത്തിലും മുളങ്കമ്പുകൾ ചേർത്ത് കെട്ടിയുമൊക്കെയാണ് ഇവയ്ക്ക് സംരക്ഷണം നൽകി വരുന്നത്. ഇവയുടെ കൂട്ടിൽ നിന്ന് തേനെടുക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണ്. തേനെടുക്കുന്നതിനായി ആദ്യം മൂടി തുറന്ന ഒരു കുപ്പിയിലേക്ക് ചെറുതേനീച്ചകളെ കയറ്റുന്നു. തുടർന്ന് കൂടഴിച്ച് താഴെ ഇറക്കുന്നു. ശേഷം കൂടിനു മുകളിൽ ചെറുതായി തട്ടി ബാക്കി തേനീച്ചകളെ കൂടി കുപ്പിയിലേക്ക് മാറ്റുന്നു. തുടർന്ന് കൂടിന്റെ കെട്ട് കത്തി പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ശ്രദ്ധയോടെ തുറക്കുന്നു. തുറന്ന കൂട്ടിൽ മുട്ടകളും മെഴുകും ഒരുമിച്ചിരിക്കുന്നത് കാണാം. ഈ സമയത്ത് തന്നെയാണ് പുതിയ കൂടുകൾ സെറ്റ് ചെയ്യുന്നത്. തുറന്ന കൂട്ടിൽ നിന്നും കുറച്ചു മുട്ടകളും മെഴുകും ഇളക്കി മാറ്റി ഒരു തടി ബോക്സിൽ നിക്ഷേപിക്കുന്നു. തുടർന്ന് ഈ ബോക്സ് ചേർത്തടച്ചു കെട്ടി മാറ്റിവെക്കുന്നു. അതിനുശേഷം തേനെടുക്കുന്നതിനായി മെഴുകുകൾ അടർത്തിയെടുക്കും. കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ഒരു തുണി കൊണ്ട് ഒരു പാത്രം മൂടിക്കെട്ടുന്നു. അതിനു മുകളിലേക്കാണ് തേനട അഥവാ മെഴുക് അടർത്തി വയ്ക്കുന്നത്. തുടർന്ന് ചെറിയ ചൂട് ലഭിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിവെക്കുന്നു. ഇറ്റുവീണ തേനിനെ കുപ്പിയിലാക്കി വിൽപ്പനയ്ക്കായി തയ്യാറാക്കുന്നു. വൻതേൻ അഥവാ വലിയ തേനീച്ചകളുടെ തേൻ ശേഖരിക്കുന്നതിനും പ്രത്യേക രീതികളുണ്ട്. കൂടിനുള്ളിലിരിക്കുന്ന തേനീച്ചകൾ കുത്താതെ ഇരിക്കുന്നതിനായി പുകപ്രയോഗം നടത്തേണ്ടതായിട്ടുണ്ട്. അതിനായി പുകയുണ്ടാക്കുന്നതാണ് ആദ്യ പടി. തുടർന്ന് ഈ പുക കൂടിനു നേരെ അടുപ്പിക്കുന്നു. അതിനുശേഷമാണ് കൂടുകൾ തുറക്കേണ്ടത്. വലിയ തേനീച്ചക്കൂടുകളിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികവും അസംസ്കൃതവുമായ തേൻ പലതരം ഔഷധ ഗുണങ്ങളുള്ളതാണ്. തേനീച്ചകളുടെ വളർച്ചയ്ക്കായി പൂക്കളും ശുദ്ധജല സ്രോതസ്സുകളുമുള്ള ശാന്തമായതും ഈർപ്പമില്ലാത്തതുമായ സ്ഥലം ആവശ്യമാണ്. ഒരു റാണിയും 10,000-കണക്കിന് വേലക്കാരി ഈച്ചകളും ചുരുക്കം മടിയൻ ഈച്ചകളും ഉൾപ്പെടുന്നതാണ് ഒരു തേനീച്ച കോളനി. സാധാരണഗതിയിൽ ഒരു റാണി ഈച്ച ഉള്ളതാണ് ആരോഗ്യമുള്ള തേനീച്ച കോളനിയുടെ ലക്ഷണം. കാലാവസ്ഥയും ഭക്ഷണവും അനുകൂലമാണെങ്കിൽ റാണി ഈച്ച ഒരു ദിവസം ഏകദേശം
800 മുതൽ 1500 മുട്ടകൾ ഇടുമെന്ന് പറയപ്പെടുന്നു. 2 തരത്തിലുള്ള മുട്ടകളാണ് റാണി ഇടുക. ബീജസങ്കലനം നടന്നതും ബീജസങ്കലനം നടക്കാത്തതും. ഇതിൽ ബീജസങ്കലനം നടക്കാത്ത മുട്ടകളിൽ നിന്നാണ് മടിയനീച്ചകൾ ഉണ്ടാകുന്നത്. എന്നാൽ ബീജസങ്കലനം നടന്ന മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്നത് മുഴുവനും പെണ്ണീച്ചകളായിരിക്കും. ഇവരാണ് കോളനിയെ പ്രവർത്തന സജ്ജമാക്കുന്നത്. ആവശ്യം വരുമ്പോൾ റാണിയെ വളർത്തിയെടുക്കുന്നതും ഈ മുട്ടയിൽ നിന്നു തന്നെയാണ്. വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും ചെടികളും മീനുമൊക്കെ വിപണനം നടത്തുന്നതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സഹായകരമാകാറുണ്ടെന്നാണ് ഇവരുടെ വാദം. ശംഖുപുഷ്പം, മഞ്ഞൾ, കറ്റാർവാഴ, തുളസി പോലുള്ള മെഡിസിനൽ പ്ലാന്റുകളെയും ഇവിടെ സംരക്ഷിച്ചു വരുന്നു. 50 സെന്റ് സ്ഥലത്താണ് ശ്രീജയും രാജേഷും ഇത്തരം കൃഷികൾ നടത്തിവരുന്നത്. ഞാൻ താണ്ടിയ കാട്ടിൽ നീ എന്തിനു വഴിയായി, വേനൽ പൊയ്കയിൽ എന്തിനു നീ എൻ തണലായി. റബ്ബറും തെങ്ങും പ്ലാവും ഒക്കെ തിങ്ങി നിൽക്കുന്ന പുരയിടത്തിലൂടെ ചെറു കവിതകളും പാടി മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം കൃഷിയിലൂടെ സമൃദ്ധി ആഘോഷിക്കുകയാണ് താനെന്നാണ് അച്ഛനായ ശശിയുടെ അഭിപ്രായം. പ്രകൃതി സ്നേഹത്തോടൊപ്പം ചെറിയ രീതിയിൽ പക്ഷി വളർത്തലും ഇവിടെ നടന്നുവരുന്നു. മക്കാവ ഇനത്തിലും കോനീർ ഇനത്തിലും പെട്ട ഇവയ്ക്ക് വീട്ടുമുറ്റത്ത് തന്നെ കൂടൊരുക്കിയിരിക്കുകയാണ്. ചെറുധാന്യങ്ങളും സൂര്യകാന്തി വിത്തുകളുമൊക്കെയാണ് ഇവയ്ക്ക് ആഹാരമായി നൽകുന്നത്. പലതരത്തിലുള്ള ജാതി ഇനങ്ങളും ഇവിടെ പരീക്ഷണാർത്ഥം നിലനിർത്തിയിരിക്കുന്നു. ജാതിയും കുരുമുളകും അടങ്ങുന്ന തോട്ടവിളകൾ കൃഷി ചെയ്യുന്നതിനാൽ വന്യമൃഗശല്യത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നേടാൻ ഇവർക്ക് സാധിക്കുന്നു. കൃഷി ജീവിതം എന്നാൽ സസ്യങ്ങളെയും മൃഗങ്ങളെയും പരിപാലിച്ച് ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ്. കേരളത്തിന്റെ കാർഷിക സംസ്കാരം അതേപടി നിലനിർത്താൻ ശ്രമിക്കുന്ന കർഷകരാണിവർ. ഇക്കാലത്ത് ആളുകൾ മനോഹരമായ ചുറ്റുപാടുകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് സാധ്യമാക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം സസ്യങ്ങളുടെയും പൂക്കളുടെയും സംരക്ഷണമാണ്. പച്ചപ്പിനോടുള്ള അഭിനിവേശവും സസ്യങ്ങൾ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചുള്ള അറിവുമുണ്ടെങ്കിൽ ഉപജീവനമാർഗമായി ആർക്കും സംയോജിത കൃഷി നടത്താമെന്ന അഭിപ്രായമാണ് ശ്രീജയ്ക്ക്. സുസ്ഥിര കൃഷി രീതിയിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിൽ കർഷകർക്ക് ഗണ്യമായ മാറ്റം വരുത്താൻ കഴിയും. ജൈവകൃഷി, വിളഭ്രമണം, ആവരണ വിളകൾ എന്നിവ നടുന്നതിലൂടെ അവർക്ക് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനാകും. രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാനും കഴിയും. പാരിസ്ഥിതിക സൗഹൃദ കൃഷിക്ക് മാത്രമേ എക്കാലവും നിലനിൽപ്പുണ്ടാകുകയുള്ളൂ എന്ന ആശയത്തോടെ മുന്നേറുകയാണ് ഈ കുടുംബം. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 2731
870. ഇമെയിൽ ddkrishitvm@gmail.com.